സംസ്ഥാനത്ത് 19-നും 25-നും ഇടയിൽ പ്രായമുള്ളവരിൽ HIV വൈറസ് ബാധ കൂടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമാണോ HIV ബാധിക്കുന്നത്? HIV എയ്ഡ്സ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ തകർത്തു കളയുന്ന വൈറസാണ് HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV പകരുന്നത് പ്രാഥമികമായിട്ടും സെക്ഷൽ ട്രാൻസ്മിഷൻ വഴിയാണ്. അത് സെക്ഷൽ കോൺടാക്റ്റ്. കാരണം HIV വൈറസ് കൂടുതലും കാണുന്നത് സെമിനൽ ഫ്ലൂയിഡ്, അത് പിന്നെ വേറൊന്ന് വജൈനൽ ഫ്ലൂയിഡ്, ബ്രസ്റ്റ് മിൽക്കിലും അത് കാണാം. എല്ലാ ബോഡി ഫ്ലൂയിഡ്സിലും അത് ഉണ്ടാകില്ല, പക്ഷേ ബ്ലഡിൽ കാണാം. അതുകൊണ്ട് പ്രാഥമികമായിട്ട് അത് പകരുന്നത് സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി തന്നെയാണ്. ആ സെക്ഷൽ നാച്ചുറൽ സെക്സ് ആകാം, അൺനാച്ചുറൽ സെക്സ് ആകാം. ഏത് തരത്തിലാണെങ്കിലും HIV സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് മിൽക്ക് വഴിയും വരാറുണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്. റെയർലി HIV വരുന്നത് ജനിച്ച കുട്ടികളിൽ അത് ട്രാൻസ് വജൈനൽ സ്പ്രെഡ് എന്ന് പറയുന്നത് ത്രൂ ദ ബെർത്ത് കനാൽ. അമ്മയ്ക്ക് HIV ഉണ്ട്, പക്ഷെ അമ്മ അത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. അപ്പോൾ അമ്മയിൽ നിന്ന് വൈറസ് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കും വരാനും ചാൻസ് ഉണ്ട്. ശരീരത്തിൽ രോഗാണു അഥവാ വൈറസ് പ്രവേശിക്കുന്നതിനെയാണ് HIV എന്ന് പറയുന്നത്. രോഗം ബാധിച്ചതിന് ശേഷം അതിനെ എയ്ഡ്സ് എന്നും പറയും. HIV വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ തുടക്കത്തിൽ ഒരു ലക്ഷണവും ഉണ്ടാകില്ല. ചെറിയ പനി, ശരീരത്തിൽ തടുപ്പുകൾ, ചെറിയ സന്ധിവേദന, ചെറിയ ചുമ, ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ അപൂർവം ചിലർക്കുണ്ടാകാം. വൈറസ് ഒരിക്കൽ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന CD4 സെല്ലുകളെയാണ് ആദ്യം ആക്രമിക്കുക. ഒരു ക്യൂബിക് മില്ലിമീറ്റർ രക്തത്തിൽ 500 മുതൽ 800 സെല്ലുകളാണ് ആവശ്യം. ഈ സെല്ലുകളാണ് പുറത്തുനിന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന അണുക്കളെ ചെറുത്തു നിൽക്കുന്നത്. എന്നാൽ HIV വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം ഈ സെല്ലുകളെ ആക്രമിക്കുന്നു. പുറത്തുനിന്ന് വരുന്ന ഏതൊരു അണുബാധയും ഈ സെല്ലുകൾ വഴി നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും. പക്ഷേ ഈ HIV വൈറസ് ചെന്ന് ഈ സെൽസുകളിൽ ചെന്ന് ആക്രമിക്കും. അതിൻ്റെ സെൽസിനകത്ത് കയറിക്കിടന്ന് അതിൻ്റെ ജീനോംസ്, അതിൻ്റെ ജെനറ്റിക്സിനെ ഇത് കൺട്രോൾ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ബോഡിക്കും മനസ്സിലാകില്ല ഈ വൈറസ് വരുന്നത്. കാരണം വൈറസ് ബ്ലഡിൽ ചെന്ന ഉടനെ തന്നെ ഈ സെല്ലുകളിൽ കൂടി കിടന്ന് അതൊരു പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻ്റ് ആയപ്പോൾ വൈറസിന്. അപ്പോൾ വൈറസ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഉള്ള ഒരു ആക്രമണത്തിന് വിധേയരാകുന്നില്ല. അപ്പോൾ ആ വൈറസ് ആ സെല്ലിനകത്ത് പെരുകുന്നു, ആ സെല്ലുകൾ നശിപ്പിക്കുന്നു. ഈ CD4 സെൽസ് ബിലോ 200 ആകുമ്പോഴാണ് എയ്ഡ്സ് വരുന്നത്. അത് ബിലോ 200 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ആകുമ്പോൾ നമ്മളെ രോഗപ്രതിരോധ ശക്തി നശിക്കുന്നു. ശരീരത്തിനുള്ളിൽ വൈറസ് പ്രവേശിച്ചാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1 മാസക്കാലമാണ്. ഈ സ്റ്റേജിൽ ധാരാളം വൈറസ് രോഗികളുടെ രക്തത്തിലുണ്ടാകും. എന്നാൽ ഈ സ്റ്റേജിൽ HIV ടെസ്റ്റ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം ടെസ്റ്റ് ചെയ്യുന്നത് വൈറസുകൾക്കെതിരായ ആൻറ്റിബോഡിയാണ്. ആൻറ്റിബോഡി വരാൻ ചുരുങ്ങിയത് 4 ആഴ്ചയെങ്കിലും എടുക്കും. വൈറസ് അകത്ത് പ്രവേശിക്കുന്നത് മുതൽ ടെസ്റ്റ് പോസിറ്റീവ് ആകും വരെയുള്ള സമയം വിൻഡോ പീരിയഡ് എന്നാണ് പറയുന്നത്. ആ വിൻഡോ പീരീഡിൽ രോഗിയെ ടെസ്റ്റ് ചെയ്താലും നമുക്ക് മനസ്സിലായില്ല, രോഗം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ രോഗിക്ക് വേറെ ആൾക്ക് ഡിസീസ് കൊടുക്കാൻ പറ്റും. ആ ഒരു റിസ്ക് ഉണ്ട് അങ്ങനെയുള്ള കേസിൽ. അപ്പോൾ സ്റ്റേജ് 1 ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി അവെയർ ഓഫ്. എല്ലാവരും അറിഞ്ഞിരിക്കണം ഒരു സ്റ്റേജ് 1 ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഒരാളായിട്ടുണ്ടായി, പക്ഷേ അയാൾ ഉടനെ ടെസ്റ്റ് ചെയ്തു, അയാൾ നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം അയാൾക്ക് ആ രോഗം ഇല്ലെന്നില്ല. അയാൾക്ക് രോഗം ഉണ്ടാകാം, വൈറസ് ഉണ്ടാകാം അകത്ത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കേസും സൂക്ഷിക്കണം. പക്ഷേ ആ രോഗിയുടെ അല്ലെങ്കിൽ ആ പ്രത്യേക വ്യക്തിയുടെ രണ്ടാമത് ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം 1 മാസത്തിന് ശേഷം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇയാൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. അടുത്തത് സ്റ്റേജ് 2 ആണ്. ഇത് ഒരു ക്രോണിക് ഫേസ് ആണ്. രോഗികൾ എപ്പോഴും വെയിറ്റ് വളരെ കുറഞ്ഞിരിക്കും, അവർ എപ്പോഴും ക്ഷീണിച്ചിരിക്കും. മിക്കപ്പോഴും അവർക്ക് പനിയുണ്ടാകും, അവർക്ക് ചുമയുണ്ടാകും. കാരണം അവർക്ക് ട്യൂബർക്ലോസിസ് വരും. ആ ട്യൂബർക്ലോസിസ് പലയിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. അവർക്ക് എപ്പോഴും ക്രോണിക് ഡയറിയ ഉണ്ടാകും. അവർക്ക് ആപ്പിറ്റൈറ്റ് തീരെ കുറവായിരിക്കും. പിന്നെ ബ്രെയിനിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അവരുടെ ബോധം തന്നെ നഷ്ടപ്പെടും, അവർ കോമയിലേക്ക് പോകും. ഇതുകൂടാതെ ചില സ്പെഷ്യൽ ടൈപ്പ് ക്യാൻസറും വരും ഈ എയ്ഡ്സ് രോഗികളിൽ. അതൊരു എയ്ഡ്സ് ഡിഫൈനിങ് കണ്ടീഷൻ. ഇപ്പോൾ കപ്പോസിസ് സാർക്കോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറുണ്ട്. അത് സാധാരണ സോഫ്റ്റ് ടിഷ്യൂ സ്കിന്നിനൊക്കെ ബാധിക്കുന്ന ക്യാൻസറാണ്. ആ ക്യാൻസർ എയ്ഡ്സ് രോഗികളിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ വേറൊരു ക്യാൻസർ CNS ലിംഫോമ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ലിംഫോമയുണ്ട്. അതും കൂടുതൽ കാണുന്നത് എയ്ഡ്സ് രോഗികളിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ വരുവാണ് HIV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും യെസ് ദിസ് പേഷ്യൻ്റ് ഹാസ് ഗോട്ട് എയ്ഡ്സ്. HIV എയ്ഡ്സ് ആയ ഘട്ടമാണ് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക പങ്കാളികൾ ഉള്ളവർക്കാണ് HIV വൈറസ് ബാധയ്ക്കുള്ള സാധ്യത കൂടുതൽ. മെയിൻലി ഇറ്റ് ഇസ് എ സെക്ഷൽ കോൺടാക്ട് ആൻഡ് സംടൈംസ് ഡ്രഗ് അഡിക്ട്സ് ബിക്കോസ് ഓഫ് ദിസ് മെയിൻ ലൈൻ ഡ്രഗ് അഡിക്ട്സ്. മെയിൻ ലൈൻ എന്ന് വെച്ചാൽ വെയിനിൽ കുത്തി മരുന്ന് എടുക്കുന്ന മയക്കുമരുന്നിന് അടിമയുള്ള ആൾക്കാർ നമ്മൾ മെയിൻ ലൈൻ ഡ്രഗ് അഡിക്ട്സ് എന്ന് പറയും. അവർക്കും ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. ചില ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് ഉണ്ട്, ചില മരുന്നുകൾ, ഇപ്പോൾ സൈക്കഡെലിക് ഡ്രഗ്സ്, സ്റ്റിമുലൻ്റ് ഡ്രഗ്സ് ഒക്കെ ഇഞ്ചക്ഷൻ വഴി എടുക്കുന്നവരുണ്ട്. അവർ പലപ്പോഴും ആ സിറിഞ്ചസ് ഷെയർ ചെയ്യും. ഒരാൾ അല്പം മരുന്നെടുക്കും, ആ സിറിഞ്ച് തന്നെ വേറെ ആളുടെ ശരീരത്തിൽ കുത്തും.
അങ്ങനെയുള്ളവർക്കും എയ്ഡ്സിനുള്ള റിസ്ക് വളരെ വളരെ കൂടുതലാണ്. വൈറസ് സീമനിലുണ്ടാകും, ഈവൻ പ്രീ സെമിനൽ ഫ്ലൂയിഡിലുണ്ടാകും, വജനൽ ഫ്ലൂയിഡിലുണ്ടാകും. ഇപ്പോൾ രണ്ടുപേർക്കും പരസ്പരം വരാം. പിന്നെ ആണുങ്ങൾ സർക്കംസൈസ്ഡ് ആണെങ്കിൽ അവർക്ക് ആ രോഗം വരാനുള്ള ചാൻസ് കുറവാണ്. സോ ആക്ച്വലി സർക്കംസിഷൻ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം HIV ഇൻഫെക്ഷൻ. സ്ത്രീകളിൽ അങ്ങനെയില്ല, അവർക്ക് അങ്ങനെയുള്ള സ്കോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ദേ റിമെയിൻ അറ്റ് ഈക്വൽ റിസ്ക്. പക്ഷേ ചില പെർട്ടിക്കുലർ അബ്നോർമൽ സെക്സ്, ഉദാഹരണം ഹോമോസെക്ഷൽസ്, ഏനൽ ഇൻ്റർകോഴ്സ്, അതിലൊക്കെ ഇത്തിരി ഹയർ റിസ്ക്കാണ്. ഇഫ് ദേ ഗോട്ട് എ ഹെൽത്തി സെക്ഷൽ ബിഹേവിയർ ദർ ഇസ് നോ റിസ്ക്. ഉദാഹരണം അവർ കോണ്ടംസ് ഉപയോഗിക്കുന്നു, ഒരു ബാരിയർ കോണ്ടം, മെയിൽ കോണ്ടം ഓർ ഫീമെയിൽ കോണ്ടം, അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചാൻസ് കുറവാണ്. ഇഫ് ദേ ആർ പ്രൊട്ടക്റ്റഡ്, ഇഫ് അവരൊക്കെ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്ലഡ് HIV ഉണ്ടോ എന്നറിയാൻ, അങ്ങനെയാണെങ്കിൽ റിസ്ക് ഇല്ല. ചുംബനം, ആലിംഗനം, ഷെയ്ക്ക് ഹാൻഡ് എന്നിവയിലൂടെ ഒന്നും HIV പകരില്ല. റിസ്കി സെക്ഷൽ ബിഹേവിയർ ഉള്ളവരിൽ രോഗം വരാതിരിക്കുവാനുള്ള മെഡിസിനുകൾ ഇന്ന് ലഭ്യമാണ്. സെക്സിന് മുമ്പും ശേഷവും ഈ മരുന്നുകൾ ഉപയോഗിക്കാം. HIV അണുബാധ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം മരുന്ന് കഴിച്ചില്ലെങ്കിൽ 11 വർഷത്തിൽ കൂടുതൽ ഒരു രോഗിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നാൽ മരുന്ന് കഴിച്ചാൽ അയാൾക്ക് സാധാരണ ആയുർദൈർഘ്യം ലഭിക്കും. മാത്രമല്ല, അയാൾ രോഗബാധിതനാണെങ്കിലും രോഗം മറ്റൊരാളിലേക്ക് പകരുവാനുള്ള സാധ്യതയുമില്ല. മെഡിസിൻസ് രണ്ട് തരത്തിൽ ഉപയോഗിക്കും. ഒന്ന് സെക്സിന് മുമ്പും, പിന്നെ ഒന്ന് സെക്സിന് ശേഷം. സെക്സിന് മുമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ജനറലി ദർ ആർ മെഡിസിൻസ് ആർ അവൈലബിൾ നൗ. ഇറ്റ്സ് ഇൻ ഇന്ത്യ ഓൾസോ വി ഗെറ്റ് ദ മെഡിസിൻസ്. അതൊരു അബൌട്ട് 2 to 20 hours ബിഫോർ ഫസ്റ്റ് ഡോസ് എടുക്കണം. 2 to 20 hours ബിഫോർ സെക്ഷൽ കോൺടാക്ട്. പിന്നെ അതിനുശേഷം the first day after sex they have to again repeat the tablet, and the next day again another 24 hours later they have to take the dose. So they have to take 3 doses. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അഥവാ സെക്ഷൽ കോൺടാക്റ്റിന് മുമ്പ് ആ മരുന്ന് എടുത്തിട്ടില്ല എങ്കിൽ then probably they have to take it for 1 month, 1 full month antiretroviral medicines. മരുന്ന് കഴിക്കുമ്പോൾ രക്തത്തിലെ വൈറസിന്റെ എണ്ണം കുറയുന്നു. ചില സെല്ലുകളിലും കോശങ്ങളിലും മാത്രമായിരിക്കും വൈറസ് പിന്നെ ഉണ്ടാകുക. ബ്ലഡിൽ വൈറസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ ശരീരസ്രവങ്ങളിലും വൈറസ് ഉണ്ടാകില്ല. മരുന്ന് കഴിക്കുന്ന വ്യക്തിയുമായി രോഗമില്ലാത്ത ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും രോഗം പകരുവാനുള്ള സാധ്യതയും കുറവാണ്. ഈ മരുന്നുകൾ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഈ മരുന്ന് വളരെ വളരെ ഇഫക്റ്റീവാണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, HIV ഇൻഫെക്ഷൻ വന്നാൽ അത് ക്യൂറില്ല, ആ രോഗം ഒരിക്കലും മാറില്ല, അത് ജീവിതകാലം മുഴുവനും ഉണ്ടാകും. HIV ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അയാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും നോർമലാണ് അയാൾ മരുന്നെടുക്കുകയാണെങ്കിൽ. പക്ഷെ മരുന്നെടുത്തില്ല എങ്കിൽ അയാൾ ഒരു 10 to 11 years ജീവിക്കുള്ളൂ. സംശയം തോന്നുകയാണ്, ഇഫ് സംബഡി ഈസ് ഇൻ എ ഡേഞ്ചറസ് റിലേഷൻഷിപ്പ് ഓർ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഹി ഹാഡ്, അങ്ങനെയുള്ള ആൾ തീർച്ചയായിട്ടും പോയി HIV ടെസ്റ്റ് ചെയ്ത് നോക്കണം. HIV പരിശോധനയും ചികിത്സയും ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യമാണ്. നിങ്ങൾ രോഗബാധിതനാണെങ്കിൽ ഒരിക്കൽ പോലും ഈ വിവരം നിങ്ങളുടെ ഡോക്ടർ അല്ലാതെ പുറത്താരും അറിയില്ല. അത്രയും രഹസ്യമായി തന്നെയായിരിക്കും ഈ രോഗവിവരം സൂക്ഷിക്കുക. സംശയം തോന്നിയാൽ ഉറപ്പായും ടെസ്റ്റ് ചെയ്യുക.